പൂരവിളംബരം കുറിച്ചുകൊണ്ട് നെയ്തലക്കാവിലമ്മ ഇതാ എഴുന്നള്ളുകയാണ്. ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുന്നു. ശ്രീജിത്ത് പറയൂ. ഗജവീരൻ എറണാകുളം ശിവകുമാർ എന്ന ഗജവീരൻ നെയ്തലക്കാവിലമ്മയുടെ തിടം പേറ്റിക്കൊണ്ട് തെക്കേ ഗോപുരനട തുറന്നിരിക്കുന്നു. പൂരത്തിന് തുടക്കമായിരിക്കുന്നു. തൃശ്ശൂർ ഈ വർഷത്തെ 2022 തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് തെക്കേ ഗോപുരനട തുറന്നിരിക്കുകയാണ്. എന്തായാലും അതാ കടന്നു വരികയാണ്. വലിയ ഫാൻ ബേസ് ഉള്ള ഒരു ആനയെ കാണാൻ, അതുപോലെ തന്നെ പൂരത്തിനെ വരവേൽക്കാൻ അല്ലെങ്കിൽ പൂരത്തോട് അലിഞ്ഞു ചേരാൻ നിരവധി ആളുകളാണ് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. ശംഖുനാഥം മുഴക്കിക്കൊണ്ട് തെക്കേ ഗോപുരനട തുറന്നുകൊണ്ട് ഇതാ എറണാകുളം ശിവകുമാർ എന്ന ഗജവീരൻ കടന്നു വരികയാണ്. ഇനിതാ മേളം ആരംഭിച്ചു കഴിഞ്ഞു. തൃശ്ശൂർ പൂരം തുടങ്ങിക്കഴിഞ്ഞു. ദിലീപ് കുമാർ ആർപ്പുവിളികൾ ഉയരുകയാണ്. ആചാരത്തിന്റെ ആഘോഷത്തിന്റെ ഭാഗമായ ചടങ്ങുകളിൽ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിലും മനസ്സിൽ ഇപ്പോഴും പൂരം സൂക്ഷിക്കുന്ന ആ പൂരപ്രേമികൾ ഒന്നൊന്നായി ഈ തെക്കേ ഗോപുരനടയുടെ പരിസരത്തേക്ക് എത്തിച്ചേരുകയാണ്. ഇവിടെ നിന്ന് ഈ തെക്കേ ഗോപുരനട തുറന്ന ശേഷം നേരെ ശ്രീമൂല സ്ഥാനത്തേക്കായിരിക്കും ശിവകുമാറിന് പോവുക. മേളത്തിന്റെ അകമ്പടിയോടുകൂടി തന്നെയായിരിക്കും പോവുക. അതാ കടന്നു വരികയാണ്. വളരെ ശ്രമകരമായാണ്. അതിന് മുകളിൽ ആളുകൾ ഇരുന്ന് ഓരോ വിശറിയടക്കം ആളുകൾ അങ്ങോട്ട് എടുത്ത് വലിച്ചെറിയുന്ന, അതായത് ആവേശം അതിന്റെ പരകോടിയിലെത്തുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. മേളം ആരംഭിച്ചു കഴിഞ്ഞു. നമുക്കറിയാം ദുരന്തത്തിന്റെ പശ്ചാത്തലമാണ്, പക്ഷേ അതിനപ്പുറത്തേക്ക് ഇതൊരു വികാരമാണ് തൃശ്ശൂർക്കാരുടെ. അവരെല്ലാവരും തന്നെ പണിയെടുത്തത് നമ്മളെ ഈ പറയുന്നത് പോലെ പൂരലഹരിയിൽ എത്തിക്കാനാണെന്നാണ് ഈ വെടുത്തുകാർ പറയുന്നത്. സ്വാഭാവികമായി അവരോടുള്ള ഒരു സ്മരണാഞ്ജലി എന്ന തരത്തിൽ കുറച്ച് ചടങ്ങുകൾക്ക് കുറവ് വരുത്തിയെങ്കിലും ഗജവീരൻ അഭിവാദ്യം ചെയ്യുകയാണ്. വസ്ത്രകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ കടന്നു വരികയാണ്. എന്തായാലും തീർത്തും ഫാൻ ബേസ് ഉള്ള എറണാകുളം ശിവകുമാറിനെ കാണാൻ കഴിഞ്ഞ 3 തവണയായി എറണാകുളം ശിവകുമാർ തന്നെയാണ് ഈ തെക്കേ ഗോപുരനട തുറക്കുന്നത്. മേളം തുടങ്ങുകയായി. അല്പസമയത്തിനകം തന്നെ ശ്രീമൂല സ്ഥാനത്തേക്ക് എത്തിച്ചേരും. തുടർന്ന് പൂരവിളംബരം നടത്തും. അവിടെ ശംഖുനാഥം മുഴക്കിക്കൊണ്ട് പൂരവിളംബരം നടത്തും. തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. ദിലീപ് കുമാർ. തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിക്കൊണ്ട് ഇതാ ജനങ്ങളെ അതാ തുമ്പിക്കൈ ഉയർത്തി അഭിവാദ്യം ചെയ്യുകയാണ്. തുമ്പിക്കൈ ഉയർത്തിയിരിക്കുകയാണ് എറണാകുളം ശിവകുമാർ എന്ന ഗജരാജൻ. തൃശ്ശൂർ പൂരത്തിന് തുടക്കമായിരിക്കുന്നു. നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ ഇതാ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്ക് വന്നിരിക്കുകയാണ്. തൃശ്ശൂർ പൂരലഹരിയിൽ അമർന്നിരിക്കുന്നു. സങ്കട നിഴലിലാണ് ഇത്തവണത്തെ പൂരം എന്നതിൽ സംശയമില്ല. മുണ്ടത്തിക്കോട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ പൂരാഘോഷത്തിന് നിയന്ത്രണമുണ്ട്. പക്ഷേ ആചാരപരമായ കാര്യങ്ങൾ അത് ഇത്തവണയും ഉണ്ടാകും. മാറ്റമില്ലാതെ തന്നെ ഉണ്ടാകും. അത് നേരത്തെ സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായതാണ്. ഇപ്പോഴിതാ ഈ നെയ്തലക്കാവിലമ്മ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറന്ന് ഇപ്പോൾ ഇനി പോകുന്നത് ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലേക്കാണ്. അവിടെ നിലപാട് തറയിലെത്തി പൂര വിളംബരം നടത്തും. ഇതോടെ ആദ്യ ഘടകപൂരത്തിൻ്റെ പുറപ്പാട് ആരംഭിക്കും. കുടമാറ്റം ഇത്തവണ ഒരു ഹ്രസ്വമായിട്ടായിരിക്കും നടത്തുക എന്ന് നേരത്തെ സർക്കാർ വിളിച്ചു ചേർത്ത യോഗത്തിൽ തീരുമാനമായിരുന്നു. 1 മണിക്കൂർ സാധാരണ ദൈർഘ്യമുണ്ടാകാറുള്ള ആഘോഷപൂർവമായ കുടമാറ്റം അത് 15 മിനിറ്റ് മാത്രമാക്കി ചുരുക്കിയിട്ടുണ്ട്. മാത്രമല്ല പരമാവധി 10 സെറ്റ് കുടകളാണ് ഇത്തവണ മാറാൻ കഴിയുക എന്ന കാര്യത്തിലും തീരുമാനമായിട്ടുണ്ട്. നേരത്തെ 1 മണിക്കൂറിൽ 55 സെറ്റ് കുടകൾ ഇരു ദേവസ്വങ്ങളും മാറുമായിരുന്നു. അത് 10 സെറ്റായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് ചടങ്ങുകൾ മാറ്റമില്ലാതെ തുടരും. 8 ഘടകപൂരങ്ങളും അവർക്ക് നിശ്ചയിച്ചിരിക്കുന്ന ആനകളും മേളവുമായി വടക്കുംനാഥ സന്നിധിയിലേക്കെത്തും. അക്കാര്യത്തിലൊക്കെ തീരുമാനമായിട്ടുള്ളതാണ്. തിരുവമ്പാടിയുടെയും പാറമേക്കാവിൻ്റെയും മേളങ്ങൾക്കും മുടക്കമുണ്ടാവില്ല. മഠത്തിൽ വരവ്, പഞ്ചവാദ്യവും ഇലഞ്ഞിത്തറ മേളവും അത് നേരത്തെ നിശ്ചയിച്ചിട്ടുള്ള രീതിയിൽ തന്നെ അവതരിപ്പിക്കുന്നതിനാണ് ഇപ്പോൾ തീരുമാനമായിട്ടുള്ളത്. തൃശ്ശൂർ വടക്കുംനാഥ ക്ഷേത്രത്തിന് മുന്നിലെ ആ പുരുഷാരമിതാ പൂരത്തെ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. പൂരത്തിന് തുടക്കമിട്ടുകൊണ്ട് പൂരത്തിൻ്റെ വരവറിയിച്ചുകൊണ്ട് എറണാകുളം ശിവകുമാർ നെയ്തലക്കാവിലമ്മയുടെ തിടമ്പേറ്റിക്കൊണ്ട് വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ തെക്കേ ഗോപുര നട തുറന്നിതാ പുറത്തേക്ക് വന്നിരിക്കുന്നു. അല്പസമയത്തിനകം അവിടെ ശ്രീമൂലസ്ഥാനത്തിന് സമീപമുള്ള നിലപാട് തറയിലെത്തി വിളംബരം ചെയ്യുന്നതോടെ ആദ്യ ഘടകപൂരത്തിൻ്റെ പുറപ്പാട് തുടങ്ങുകയും ചെയ്യും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.